കണ്ണൂർ വാണിയപ്പാറ പള്ളിക്കല്ലറയിലെ ദുരൂഹത നീങ്ങുകയാണ്. കല്ലറ തുറന്ന് പ്രാഥമിക പരിശോധനയിൽ 2 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. 2006-ലും 2015-ലും അടക്കിയ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളെന്നാണ് പ്രാഥമികമായ വിവരം. 3ാമത്തെ മൃതദേഹത്തിന്റെ സൂചനകളില്ല. കല്ലറയിൽ 3 മൃതദേഹം ഉണ്ടെന്നായിരുന്നു പള്ളിയുടെ പരാതി. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തതയിലേക്ക് വരികയാണോ ഈ നിമിഷം? ശ്യാമ, ഏതാണ്ട് 12 ദിവസത്തോളം നീണ്ടുന്ന ദുരൂഹത അവസാനിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ വാണിയപ്പാറ ഉണ്ണിമിശിഹ പള്ളിയിലെ 38-ാം നമ്പർ കല്ലറയിൽ ഏതാണ്ട് 3 മൃതദേഹങ്ങൾ അടക്കിയിരിക്കുന്നു എന്നൊരു സംശയമാണ് ആദ്യഘട്ടം മുതലേ ഉണ്ടായിരുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ അടക്കിയ മൃതദേഹത്തിൻ്റെ ഒരു ഭാഗത്തായി പ്ലാസ്റ്റിക് പായൽ പൊതിഞ്ഞ രീതിയിലൊരു മൃതദേഹം കണ്ടെത്തിയിരുന്നു. ആ മൃതദേഹം എന്ന് തോന്നിക്കുന്ന ഒരു വസ്തു ആദ്യം കണ്ടെത്തിയിരുന്നു. അതാണ് സ്വാഭാവികമായും സംശയമുയർത്തിയത്. കാരണം ക്രിസ്തീയ ആചാരപ്രകാരം മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന സമയത്ത് അതിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളോ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളോ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പ്ലാസ്റ്റിക് പായൽ പൊതിഞ്ഞ നിലയിൽ ഒരു വസ്തു കണ്ടെത്തിയ സമയത്ത് സ്വാഭാവികമായ ഒരു സംശയം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്ന് പള്ളി വികാരി പോലീസിൽ പരാതി നൽകുന്നു. 10ാം ദിവസമാണ് പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട FIR രജിസ്റ്റർ ചെയ്തതും. ഇന്നിപ്പോൾ ഫോറൻസിക് ഉദ്യോഗസ്ഥരും ഫോറൻസിക് സർജനും അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ വന്ന് ഈ പള്ളിക്കല്ലറ തുറന്ന് പരിശോധിക്കുകയായിരുന്നു. ഈ പള്ളിക്കല്ലറ തുറന്ന് പരിശോധിച്ച സമയത്ത് 2 മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ മാത്രമാണ് കണ്ടെത്തിയിട്ടുള്ളത്. 3ാമത് മൃതദേഹം അതിനകത്തുണ്ടായിരുന്നു എന്നൊരു സൂചനയില്ല. 2006-ലും അതുപോലെ തന്നെ 2015-ലും അടക്കിയിരുന്ന മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ ഈ ഫോറൻസിക് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും മറ്റൊരു 3ാമത് അത് ഈ പായൽ എന്ന രീതിയിൽ കണ്ടത് നേരത്തെ അടക്കിയ മൃതദേഹത്തിൻ്റെ അടിയിൽ വെച്ചിരുന്ന ഒരു സാധനമാണ് ഈ പായ. മൃതദേഹം ചരിഞ്ഞു വീണ സമയത്താണ് ആ പായ കണ്ടതെന്നുള്ള രീതിയിലാണ് ഈ ഒരു നിഗമനം ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും സാമ്പിളുകളും മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ശേഖരിച്ചിട്ടുണ്ട്. ഏതായാലും തുടർ നടപടികൾ ഉണ്ടാകും. പക്ഷേ നിലവിലെ ഒരു ആശങ്ക പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ശ്യാം, അതായത് ദുരൂഹത മാറി അല്ലേ? തീർച്ചയായും അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നു എന്നുള്ളതാണ്. 2 മൃതദേഹങ്ങൾ നേരത്തെ തന്നെ ഈ വിവാദം ഉണ്ടായ ഘട്ടത്തിൽ 2 മൃതദേഹങ്ങൾ അടക്കിയിരുന്നു എന്ന് നേരത്തെ തന്നെ പോലീസ് അല്ലെങ്കിൽ പള്ളി അധികൃതർ പറഞ്ഞിരുന്നു. പക്ഷേ പായൽ പൊതിഞ്ഞ രീതിയിലൊരു വസ്തു കണ്ടെത്തിയതാണ് ഈ സംശയങ്ങൾക്ക് മുഴുവൻ കാരണമായത്. കാരണം സ്വാഭാവികമായും ക്രിസ്തീയ ആചാരപ്രകാരം പള്ളി കല്ലറയിൽ ഒരാളെ അടക്കുന്നുണ്ടെങ്കിൽ അത് പെട്ടിക്കുള്ളിലാണ് അടക്കാറുള്ളത്. പക്ഷേ ഇത് ഈ പ്ലാസ്റ്റിക് പായൽ പൊതിഞ്ഞൊരു വസ്തു കണ്ടെത്തിയതാണ് വലിയ സംശയം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത്. പക്ഷേ ഇപ്പോഴത്തെ പരിശോധനയിൽ അത് നേരത്തെ വെച്ച മൃതദേഹത്തിന് അടിയിൽ വെച്ച പായയാണ് ഇത്തരത്തിൽ ഈ മറ്റ് മൃതദേഹം അടക്കാൻ വേണ്ടി നോക്കിയ സമയത്ത് കണ്ടത്. അത് ആ പെട്ടി ചരിഞ്ഞു വീണ സമയത്ത് ആ മൃതദേഹത്തിന് അടിയിൽ വെച്ചിരുന്ന ഈ പായ അത് പുറത്ത് കാണുകയായിരുന്നു. അതാണ് സംശയം ജനിപ്പിച്ചത് എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും വലിയൊരു ദുരൂഹത നീങ്ങുന്നു. 12 ദിവസത്തോളം നീണ്ടു നിന്നൊരു ദുരൂഹത അവസാനിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഏതായാലും പള്ളി ഭാരവാഹികളെയും ഇടവക അംഗങ്ങളെയും സംബന്ധിച്ച് 12 ദിവസത്തോളം നീണ്ടു നിന്നൊരു സമ്മർദ്ദഘട്ടം കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സമയത്ത് എടുത്തു പറയേണ്ടതുള്ളത്. ശ്യാം, യെസ്, എന്തായാലും വലിയ ആശ്വാസം. ഒരുപാട് കഥകളുമൊക്കെ അവിടെ ഇങ്ങനെ എന്താ പറയുക ജനിച്ചിരുന്നു. അതിനൊക്കെ വിരാമമാണ്. ഒരു ദുരൂഹതയുമില്ല. എല്ലാം കൃത്യമായി വ്യക്തമാകുന്ന ഒരു നിമിഷമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മളും സാക്ഷികളാകുന്നത്.